മിഷൻ ശക്തി ചൂടുപിടിച്ച ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. ഒടുവിൽ ഇന്ത്യ വീണ്ടും സൂപ്പർ ശക്തിയാണെന്ന് തെളിയിച്ചിരിക്കുന്നു. ലോകത്തെ 19ാം നൂറ്റാണ്ടിലേക്ക് തിരികെ നടത്തുമെന്ന ചീത്തപ്പേരുള്ള വിവാദ മിസൈൽ, സൂപ്പർ ശക്തികൾക്ക് മാത്രം സ്വന്തമെന്ന് പറഞ്ഞ മിസൈൽ ഇപ്പോൾ ചർച്ചയാവുകയാണ്. പാകിസ്ഥാനെതിരെ സൈനിക നടപടി ഉണ്ടാകുമോ എന്നുപോലും തോന്നിച്ചിടത്താണ് ബഹിരാകാശ രംഗത്ത് ഇന്ത്യ കൈവരിച്ച നേട്ടത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. അമേരിക്ക, റഷ്യ, ചൈന എന്നീ സൂപ്പർ പവർ രാജ്യങ്ങൾക്ക് മാത്രം കൈവശമുണ്ടായിരുന്ന സാങ്കേതികവിദ്യ സ്വന്തമാക്കിയതോടെ പ്രതിരോധ വികസന രംഗത്ത് ഇന്ത്യ വൻ കുതിച്ചുചാട്ടം നടത്തുമെന്നാണ് മോദി അവകാശപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ പറയുന്നതിനെ ചുറ്റിപ്പറ്റി ആശയക്കുഴപ്പങ്ങൾ തുടരുകയാണ്. ലോ എർത്ത് ഓർബിറ്റിൽ ഭൂമിയെ ചുറ്റുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളെ വീഴ്ത്തുന്ന ആന്റി സാറ്റലൈറ്റ് മിസൈൽ എന്താണ്? ആന്റി സാറ്റലൈറ്റ് മിസൈൽ ബഹിരാകാശത്തുള്ള ഉപഗ്രഹങ്ങളെ ഭൂമിയിൽ നിന്ന് തകർക്കാൻ കഴിയുന്ന രീതിയിലുള്ള മിസൈലുകളാണ് ആന്റി സാറ്റലൈറ്റ് മിസൈലുകൾ. മിസൈലുകളെ തകർക്കാനോ അവയുടെ പ്രവർത്തനം താറുമാറാക്കാനോ കഴിയുന്ന വിധത്തിലാണ് ഇവയുടെ നിർമ്മാണം. കര, വായു, ജലം തുടങ്ങിയ പ്രതലങ്ങളിൽ നിന്ന് മിസൈൽ വിക്ഷേപിക്കാം. 1957-ൽ സോവിയറ്റ് യൂണിയൻ ലോകത്തെ ആദ്യ ഉപഗ്രഹം വിക്ഷേപിച്ചതോടെയാണ് ആന്റി സാറ്റലൈറ്റ് മിസൈലുകളെക്കുറിച്ചുള്ള ഗവേഷണം തുടങ്ങിയത്. 1980-കളിൽ തന്നെ അമേരിക്കയും സോവിയറ്റ് യൂണിയനും ആന്റി സാറ്റലൈറ്റ് മിസൈലുകൾ വിജയകരമായി വിക്ഷേപിച്ചു. എന്നാൽ ബഹിരാകാശത്തേക്ക് ആയുധം പ്രയോഗിക്കരുതെന്ന 1967-ലെ UN ഉടമ്പടിക്ക് വിരുദ്ധമായിരുന്നു ഇത്. പിന്നീട് ഇരു രാജ്യങ്ങളും പരീക്ഷണം നിർത്തിയെങ്കിലും 2017-ൽ ആന്റി സാറ്റലൈറ്റ് മിസൈൽ വിക്ഷേപിച്ച് ചൈന ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചു. 3 പരാജയങ്ങൾക്ക് ശേഷമായിരുന്നു ചൈനയുടെ വിക്ഷേപണ വിജയം. കൃത്രിമ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുള്ള ചാരപ്രവർത്തനം തടയാൻ ഇന്ത്യക്ക് ഏറെ സഹായകമാണ് ആന്റി സാറ്റലൈറ്റ് മിസൈലുകൾ. അടിയന്തര ഘട്ടങ്ങളിൽ ശത്രുരാജ്യത്തിന്റെ വാർത്താവിനിമയ ഉപഗ്രഹങ്ങളെ തകർത്ത് ആശയവിനിമയം തടസ്സപ്പെടുത്താനും കഴിയും. എന്നാൽ ഇത് ലോകത്തെ 19ാം ലോകത്തിലേക്ക് തിരികെ എത്തിക്കുമെന്നാണ് സുരക്ഷാ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. അതായത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും വളരെ പോസിറ്റീവായ ഒരു നീക്കമായിരുന്നു, ഇന്ത്യ സൂപ്പർ പവർ ആയിരിക്കുന്നു എന്നൊക്കെ ആവർത്തിക്കുമ്പോഴും ഇത് സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പങ്ങളാണ് സുരക്ഷാ വിദഗ്ധർ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇന്ത്യ ഒരു ശക്തി പ്രകടനം കൂടി വീണ്ടും നടത്തിയിരിക്കുമ്പോൾ ഇതിന്റെ ഒരു പ്രത്യാഘാതം എന്തായിരിക്കും? നിലവിൽ ചട്ടങ്ങളൊന്നും ലംഘിച്ചിട്ടില്ല എന്ന് ഇന്ത്യ ആവർത്തിക്കുന്നുണ്ട്. നേരത്തെ ഇത് സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ ചില പരിധികളൊക്കെ കൽപ്പിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യ അതൊക്കെ മറികടന്നിട്ടുണ്ടോ? വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇത് സംബന്ധിച്ചുള്ള നിർണായകമായ ചൂടുപിടിച്ച ചർച്ചകളായിരിക്കും നടക്കുക. പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധ രംഗത്ത് ഇന്ത്യ ഒരു ചുവട് കൂടി മുന്നോട്ട് വച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു പ്രതികരണം നടത്തുമ്പോൾ അത് വലിയ അലയൊലികളാണ് രാജ്യത്തുണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും പ്രതിപക്ഷം വലിയ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം. ഏതായാലും പ്രതിരോധ രംഗത്ത് കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യ ശക്തമായ ഒരു സാന്നിധ്യമായി മാറിയിട്ടുണ്ട്. അതിന് ആക്കം കൂട്ടുന്നതാണ് ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ. ഏതായാലും നിർണായകമായ ചർച്ചകൾക്കൊടുവിൽ തിരഞ്ഞെടുപ്പ് ചർച്ച ചൂടുപിടിക്കുമ്പോൾ ഇതും കൂടിയായിരിക്കും രാജ്യം വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യുക.